വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളിച്ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവീൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കുവാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവൻ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം മാത്രം നാം ദർശിക്കുന്ന ഒന്നാണ് അന്ത്യവിധിയെക്കുറിച്ചുള്ള ഈ പരാമർശം. ഭാവിയെക്കുറിച്ചുള്ള പ്രവാചക ദർശനം ക്രൈസ്തവ സമൂഹത്തിൻ്റെ ധാർമ്മികതയുടെ പ്രേരക ശക്തിയായി നിലകൊള്ളുകയാണ്. മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് ധാർമ്മികനായി ജീവിക്കുന്നത്? അവൻ്റെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം? അങ്ങനെ ജീവിക്കുന്നവർക്ക് കൊടുക്കുന്ന സമ്മാനം എന്താണ്? അങ്ങനെ ജീവിക്കാത്തവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണ് എന്നൊക്കെ നമ്മെ ഈ ഭാഗം ഓർമ്മിപ്പിക്കുകയാണ്. യുഗാന്ത്യോന്മുഖമായ പ്രബോധനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മനുഷ്യപുത്രൻ ചെറിയ സഹോദരന്മാരും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ യേശു തമ്പുരാൻ സൂചിപ്പിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മാറ്റ് ഉരച്ചു നോക്കുന്നത് എങ്ങനെ നാം മറ്റുള്ളവരോട് പെരുമാറി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആവശ്യക്കാരുടെ മുമ്പിൽ, രോഗികളുടെ മുമ്പിൽ, അവഗണിക്കപ്പെട്ടവരുടെ മുമ്പിൽ, അടിച്ചമർത്തപ്പെട്ടവരുടെ മുമ്പിൽ, തെറ്റിദ്ധരിക്കപ്പെട്ടവരുടെ മുമ്പിൽ നാം എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതിനാണ് ഏറ്റവും വലിയ വില. സഹോദരങ്ങളിൽ അവരെ ദർശിക്കുവാൻ കഴിയണം. അതുകൊണ്ടാണ് ഈ സഹോദരിൽ ഒരുവന് നീ ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത് എന്ന് യേശു അരുളി ചെയ്തത്. മനുഷ്യപുത്രൻ, യേശു തന്നെക്കുറിച്ച് തന്നെ ജനങ്ങളുടെ മധ്യത്തിൽ എടുത്തു പറയുന്നത് മനുഷ്യപുത്രൻ എന്നാണ്. ഈ വിശേഷണം തൻ്റെ ജീവിതത്തിൽ ഏറെ അർത്ഥവത്താണ് എന്നുള്ളത് നമുക്കറിയാം. എന്താണ് മനുഷ്യത്വം എന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു തൻ്റെ ജീവിതത്തിലൂടെ. യേശുവിനെ അനുഗമിക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഓരോ വ്യക്തിയും അവരോട് മറുപടി പറയുമ്പോൾ മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ മണ്ണിലിടമില്ല എന്നുള്ള സൂചന അവിടുന്ന് കൊടുക്കുന്നുണ്ട്. മനുഷ്യമക്കളോട് ഇത്രയേറെ താതാത്മ്യപ്പെട്ട മറ്റൊരു വ്യക്തിയെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. ഇതേ മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ അധികാരമുണ്ട് എന്നും അവൻ ശാപത്തിൻ്റെയും കർത്താവാണെന്നും മനുഷ്യപുത്രൻ പീഡകൾ സഹിക്കുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം പുനരുത്ഥാനം ചെയ്യുകയും ചെയ്യുമെന്നുള്ള സത്യവും അവരെ ഓർമ്മിപ്പിക്കുകയായിരുന്നു.
ഏറ്റവും രക്ഷാകരമായ ഈ ചിന്ത മനുഷ്യപുത്രൻ തന്നെയാണ് യുഗാന്ത്യത്തിൽ മഹത്വത്തോടുകൂടി എഴുന്നള്ളി വന്നുകൊണ്ട് നമ്മെ വിധിക്കുവാൻ കടന്നു വരുന്നത് എന്നുള്ള സൂചനയും അവിടുന്ന് നൽകുകയാണ്. ആദിമസഭയിൽ യേശുവിനെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ എല്ലാ വശങ്ങളും മനുഷ്യപുത്രൻ എന്ന നാമം ഉപയോഗിച്ചുകൊണ്ടാണ് മത്തായി സുവിശേഷകൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ജനതകൾ സാർവത്രിക സ്വഭാവമുള്ള വ്യക്തികളാണ്. അന്ത്യവിധിയുടെ പരാമർശത്തിലും എല്ലാ ജനതകളും എന്ന പദപ്രയോഗം നാം കാണുന്നുണ്ട്. കളകളുടെയും കടൽ എറിയപ്പെട്ട വലയുടെയും ഉപമയിൽ നന്മയും തിന്മയും തമ്മിലുള്ള സഹവാസത്തിൻ്റെ ഒരു സമയമുണ്ട് എന്നുള്ള സൂചനയും അവിടുന്ന് നൽകുകയാണ്. തിന്മ പ്രവർത്തിക്കുന്നവർക്ക് നീതിമാന്മാരോടുകൂടി എന്നും സഹവസിക്കുവാനാവില്ല. യുഗാന്ത്യത്തിൽ അന്തിമമായ വേർതിരിക്കൽ ഉണ്ടാകും. ദുഷ്ടർ ശിക്ഷിക്കപ്പെടും, നീതിമാന്മാർ സ്വർഗം അവകാശപ്പെടുത്തപ്പെടും എന്നുള്ള സൂചനയും അവിടുന്ന് നൽകുന്നു. നീതിമാന്മാർ നിത്യജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ അനീതി പ്രവർത്തിക്കുന്നവർ നിത്യശിക്ഷയിലേക്ക് തള്ളപ്പെടുകയാണ്. തിന്മ പ്രവർത്തിക്കുന്നവർ ദൈവകോപത്തിൽ നിന്ന് ഓടി അകലുവാൻ യോഹന്നാൻ സ്നാപകന് മുന്നറിയിപ്പ് നൽകി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന പശ്ചാത്തപിക്കുവിൻ, വരുവാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് ഓടി അകലുവിൻ എന്നായിരുന്നുവല്ലോ സ്നാപയോഹന്നാൻ്റെ ദൗത്യവും. തിന്മ പ്രവർത്തിക്കുന്നവരെയും പാപഹേതുക്കളെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുവാനുള്ള മുന്നറിയിപ്പ് നൽകുന്നതായും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിപ്പിക്കും. യേശു പഠിപ്പിച്ച നീതിയുടെയും ധാർമ്മികതയുടെയും അവിഭാജ്യ ഘടകമാണ് ഈ വിധി എന്നുള്ളത് നാം മനസ്സിലാക്കണം. ശിക്ഷ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ധാർമ്മികതയെക്കുറിച്ചോ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചോ യേശു പഠിപ്പിക്കുമായിരുന്നില്ല. അതിനാൽ നിത്യശിക്ഷ ഒരു മിഥ്യയല്ല. യേശുവിൻ്റെ ചെറിയവർക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കുന്ന മാലാഖമാർ തന്നെയായിരിക്കും വിധി ദിവസത്തിൽ ദുഷ്ടരെയും ശിഷ്ടരെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ സ്വർഗരാജ്യ പ്രവേശനത്തെയോ അതിൻ്റെ നിരാകരണത്തെയോ നീതീകരിക്കുന്ന ആള് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് പ്രത്യേകമായി യേശു എടുത്തു പറയുന്നത്. അവിടുന്ന് പറയുന്ന മാനദണ്ഡം ഒന്ന്, വിശന്നപ്പോൾ ഭക്ഷിക്കുവാൻ തന്നു. ആവശ്യത്തിലേറെ നാം ഭക്ഷണം കഴിക്കുന്നത് ഇല്ലാത്തവൻ്റേതല്ല. ഇല്ലാത്തവൻ്റെ ഭക്ഷണം നാം കഴിച്ച് ആവശ്യത്തിലേറെ കഴിക്കുമ്പോൾ ഇല്ലാത്ത രോഗങ്ങളൊക്കെ നമ്മെ നേടിയെടുക്കുകയാണ്. ദാഹിച്ചപ്പോൾ കുടിക്കുവാൻ തന്നു. പരദേശിയായിരുന്നപ്പോൾ സ്വീകരിച്ചു. രോഗിയായിരുന്നപ്പോൾ സന്ദർശിച്ചു. കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ സന്ദർശിച്ചു. നഗ്നനായിരുന്നപ്പോൾ വസ്ത്രം നൽകി. പഴയ നിയമത്തിലും ഇതേ സൽപ്രവൃത്തികൾ ദൈവം മനുഷ്യരിൽ നിന്ന് ആവശ്യപ്പെട്ടു. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58 അധ്യായം 7 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: വിശക്കുന്നതിനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതരുടെ അവരെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നവനല്ല ആരാണ് ഇത് അനുഭവിക്കുന്നത് എന്നുകൂടി അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകം 22 അധ്യായം 7 വാക്യത്തിൽ ക്ഷീണിച്ചവന് നീ ദാഹജലം നൽകിയില്ല, വിശക്കുന്നവൻ്റെ അപ്പം പിടിച്ചു വയ്ക്കുകയും ചെയ്തു എന്ന് നാം കാണുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, കാരുണ്യപ്രവർത്തികൾ യഥാർത്ഥത്തിൽ ദൈവശക്തിയുടെ അടയാളങ്ങളാണ്. യേശുവിൻ്റെ എളിയ സഹോദരങ്ങൾക്ക് ചെയ്യുന്ന ഈ നന്മകൾ അല്ലെങ്കിൽ അവയുടെ നിഷേധം അത് തന്നോട് തന്നെയാണ് കാണിക്കുന്നതെന്ന് യേശു തമ്പുരാൻ ഓർമ്മിപ്പിക്കുകയാണ്.
ജീവകാരുണ്യ പ്രവർത്തികൾ മാത്രമാണോ ന്യായവിധിയുടെ മാനദണ്ഡം? മാനസാന്തരത്തിൻ്റെ ആവശ്യകതയും വിശ്വാസ ജീവിതവും കൽപ്പനകളുടെ അനുസരണവും ഹൃദയശുദ്ധിയും എളിമയും കുരിശു വഴിയുള്ള അനുധാവനവും തുടങ്ങി യേശു തന്നെ മലയിലെ പ്രസംഗങ്ങളിലും സന്ദർഭങ്ങളിലും പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം വിസ്മരിച്ചിട്ട് കാരുണ്യ പ്രവർത്തികൾ മാത്രം ചെയ്യാൻ മതിയെന്ന് ഈശോ പറയുന്നില്ല. മേൽപ്പറഞ്ഞ ചുമതല എല്ലാം നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക അനിവാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൃദയവിശാലത നമുക്ക് ആവശ്യമാണ്. ദൈവം ദരിദ്രരുടെയും വിനീതരുടെയും പക്ഷത്താണെന്ന് പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു. ഈജിപ്തിലെ ജനത്തിൻ്റെ ക്ലേശം ഞാൻ കണ്ടു, നിലവിളി എൻ്റെ പക്കൽ എത്തിയിരിക്കുന്നു, നീ പോയി അവരെ വിമോചിപ്പിക്കുക എന്ന് മോശയെ നിയോഗിക്കുന്ന ദൈവത്തെ നാം കാണുന്നുണ്ട്. ദരിദ്രരോട് കാണിക്കുന്ന കാരുണ്യം തന്നോട് കാണിക്കുന്ന കാരുണ്യമാണെന്ന്, അവരോട് കാണിക്കാതിരിക്കുന്ന കാരുണ്യം തന്നോട് കാണിക്കാതിരിക്കുന്നതിന് തുല്യമാണെന്നും ഈശോ പഠിപ്പിക്കുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രചോദനം എന്നും കാരുണ്യം തന്നെയാണെന്ന് യേശു തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടുത്തെ വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിയാണല്ലോ വിശുദ്ധ മദർ തെരേസ. 1910 സെപ്റ്റംബർ മാസം 26-ാം തീയതി യുഗോസ്ലോവിയയിലെ അൽബേനിയയിൽ സ്കോപ്ജെ എന്ന സ്ഥലത്ത്, അതായത് ഇപ്പോഴത്തെ മാസഡോണിയയിൽ ജനിച്ചു. ആഗ്നസ് എന്നായിരുന്നു പേര്. ആഞ്ചസെ കോൺസെ ബൊജാവു, അതാണ് ഈ ആഗ്നസിൻ്റെ പൂർണ്ണ പേര്. വിദ്യാഭ്യാസം ലോററ്റോ ആബിയിൽ നിർവഹിച്ചു. മാതാപിതാക്കൾ നിക്കോളെ ബൊജോയും റോസായും ആയിരുന്നു. 8-ാം വയസ്സിൽ പിതാവ് നിക്കോൾ മരിച്ചപ്പോൾ മാതാവ് റോസ ആഗ്നസിനെ കന്യകാ ജീവിതത്തിലുള്ള സത്യവിശ്വാസത്തിൽ വളർത്തി. വളരെ മാതൃകാപരമായ ഒരു വളർത്തലായിരുന്നു. ഒരു സമർപ്പിതയെപ്പോലെയാണ് അമ്മ ഈ കുഞ്ഞിനെ കരുതി വളർത്തിയത്. ഇടവകയിൽ സജീവമായിരുന്നു ആഗ്നസ്. 12-ാമത്തെ വയസ്സിൽ തന്നെ ദൈവശുശ്രൂഷയ്ക്കായി ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ബോധ്യത്തിൽ എത്തിച്ചേർന്നു. 1928 സെപ്റ്റംബർ ഉറ്റവരെ ഉപേക്ഷിച്ചുകൊണ്ട് ഭാരതത്തിൽ എത്തിച്ചേർന്നു. 1929 ജനുവരി 6-ന് ഭാരതത്തിലെത്തിയ അവൾ 1931 ആദ്യ വ്രതങ്ങൾ നടത്തി ലിസ്യുവിലെ വിശുദ്ധ തെരേസയുടെ നാമധേയം സ്വീകരിച്ചു. സിസ്റ്റേഴ്സ് ഓഫ് ലോററ്റോ സന്യാസിനി സമൂഹത്തിലെ അംഗമായി മാറി. മടത്തോടിയർന്നുള്ള സ്കൂളിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും പഠിക്കുവാൻ തുടങ്ങി. 1937 ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ വ്രതത്രയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണ സന്യാസിനിയായി. 1944 കൽക്കട്ടയിലെ സെൻറ് മേരീസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായി ചുമതലയേറ്റെടുത്തു. 1946 സെപ്റ്റംബർ 10-ന് തൻ്റെ വിളിക്ക് ഉള്ളിലെ വിളി, എ കോൾ വിതിൻ ദ കോൾ, തിരിച്ചറിഞ്ഞു. ഡാർജിലിംഗിലേക്കുള്ള യാത്രയിൽ ലോററ്റോ കോൺവെൻറ്റ് ഉപേക്ഷിച്ച് പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ചു. 1948 ഓഗസ്റ്റ് 16-ന് ലോററ്റോ കോൺവെൻറ്റ് ഉപേക്ഷിച്ചു. പാറ്റ്നയിലെ മെഡിക്കൽ സിസ്റ്റേഴ്സ് അവരോടൊപ്പം താമസിച്ച് ആതുര സേവന പാഠങ്ങൾ പരിശീലിച്ച് ഡിസംബർ മാസത്തിൽ കൽക്കത്തയിലെ തെരുവിലേക്ക് ഇറങ്ങി. 5 രൂപ മാത്രമായിരുന്നു തൻ്റെ കൈമുതൽ. തെരുവിൽ അലയുന്ന കുട്ടികളെ പഠിപ്പിച്ച് തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പേരിൽ ഒരു സന്യാസ സമൂഹം തുടങ്ങുവാനുള്ള ആഗ്രഹം 12-ാം പിയൂസ് മാർപ്പാപ്പായെ അറിയിച്ചു. 1950 ഒക്ടോബർ മാസം 7-ന് പുതിയ സമൂഹം സമാരംഭിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കൽക്കട്ടയുടെ ചേരികളിൽ
തെരേസ തൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. നിർമ്മല ഹൃദയം എന്ന ഭവനത്തിലൂടെ അനേകർക്ക് ആശ്വാസം നൽകി. 1955 ശിശുഭവനം ആരംഭിച്ചു. 60 ശാന്തി ഭവനവും ആരംഭിച്ചു. 63 ബ്രദേഴ്സിനുള്ള സമൂഹം ആരംഭിച്ചു. 97 സെപ്റ്റംബർ 5 87 വയസ്സിൽ മദർ തെരേസ ദിവംഗതയായി. ദേശീയ അന്തർദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ദേശീയ ബഹുമതികളോടുകൂടിയായിരുന്നുവല്ലോ ആ അമ്മയുടെ സംസ്കാരം. 2003 ഒക്ടോബർ 19 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2016 സെപ്റ്റംബർ 4 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. നിരവധി പുരസ്കാരങ്ങൾ അവൾക്ക് ലഭിച്ചു. അതിലൊന്നും അത് ശ്രേഷ്ഠമായ ഒന്നാണെന്ന് നോബൽ സമ്മാനമോ ഭാരതരത്നമോ ഒന്നും അതിൽ തന്നെ ശ്രേഷ്ഠമാണെന്ന് കരുതാതെ അതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ലഭിച്ച അർഹതയായിട്ട്, അത് പാവപ്പെട്ടവർക്ക് ലഭിച്ച അർഹതയായിട്ടാണ് ആ അമ്മ കണ്ടത്. ദൈവത്തിൻ്റെ കരുണയുടെ മുഖം എത്രയോ സുന്ദരമാണെന്ന് മദർ തെരേസ നമ്മെ പഠിപ്പിച്ചു. മനുഷ്യർ പുഴുക്കളെപ്പോലെ ഇഴയുന്ന ചീഞ്ഞൊഴുകിയ കൽക്കത്തയുടെ തെരുവുകളെ സ്നേഹം കൊണ്ട് തുടച്ച് വൃത്തിയാക്കുവാൻ ഈ സന്യാസിനി മുൻപോട്ട് വന്നു. ജീവിത ലാളിത്യം ആ അമ്മയുടെ പ്രത്യേകതയായിരുന്നു. രാഷ്ട്രത്തലവന്മാരെ കാണാൻ പോകുമ്പോഴും പഴകിത്തേഞ്ഞ ചെരുപ്പും ഒരു തുണിസഞ്ചിയും വെളിപ്പായി ധരിച്ച വില കുറഞ്ഞ കോട്ടൺ സാരിയുമായിരുന്നു അമ്മയുടെ വസ്ത്രം. താൻ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും യേശുവിന് വേണ്ടിയാണെന്ന് പറയാൻ മദർ ഒരിക്കലും മറന്നില്ല. അതേസമയം ആ സ്നേഹം പങ്കുവയ്ക്കുവാൻ ജാതിയും മതവും രാജ്യത്തിൻ്റെ അതിർത്തികളും ഒന്നും മദറിന് തടസ്സമായില്ല. സമാധാനം ഒരു ചെറുപുഞ്ചിരിയിൽ നിന്ന് തുടങ്ങി എന്ന മദറിൻ്റെ വാക്കുകൾ ഹൃദയത്തിൻ്റെ നൈർമല്യം വിളിച്ചറിയിക്കുകയാണ്. വിശുദ്ധ കുർബാനയിലെ മാഹാത്മ്യമായ അനുഭവം ദിവ്യകാരുണ്യനാഥനെ ഈ അമ്മ അനുദിനം അനുഭവിച്ചുകൊണ്ടാണ് ജീവിച്ചത്. ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അൾത്താരയിൽ ആരാധിക്കുന്ന യേശുവിനെ, ഹൃദയത്തിലേക്ക് വരുന്ന യേശുവിനെ ഈ അനാഥ കുഞ്ഞിൽ കാണുന്നു. ഈ വൃദ്ധരായ അവഗണിക്കപ്പെട്ട കുഷ്ഠരോഗികൾ കാണുന്നു, എയ്ഡ്സ് രോഗികൾ കാണുന്നു, അവഗണിക്കപ്പെടുന്ന മാതാപിതാക്കൾ കാണുന്നു. അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷയാണ് ഏറ്റവും വലിയ ഈശ്വര ആരാധന എന്ന മനോഭാവത്തിൽ അമ്മയ്ക്ക് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞത്. ഇരുളിൻ്റെ സമയങ്ങളിൽ മദർ ജ്വലിക്കുന്ന പ്രകാശമായി, ക്രൂരമായ സാഹചര്യങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹസുവിശേഷത്തിന് ജീവിക്കുന്ന പ്രതീകമായി, ദൈവമില്ലാത്ത അവസ്ഥയിൽ പൂർണ്ണമായ ചൈതന്യത്തിലും സത്യത്തിലും നമ്മുടെ ഇടയിൽ വസിക്കുന്ന വചനമായി അമ്മ മാറി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ടൈംസിൻ്റെ ലേഖകൻ എഡ്വേർഡ് ഡെസ്മണ്ട് 1989 നടത്തിയ അഭിമുഖം അമ്മയുടെ വിജയരഹസ്യം എന്താണ് എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചു. നമുക്ക് ജീവൻ തരാനായി ഈശോ ജീവൻ്റെ അപ്പമായി. ഞങ്ങൾ ഒരു ദിവസം ആരംഭിക്കുന്നത് അവിടെയാണ്, വിശുദ്ധ കുർബാനയിൽ. ഞങ്ങൾ ഒരു ദിവസത്തെ പ്രവർത്തനം പൂർത്തിയാക്കുന്നത് വിശുദ്ധ കുർബാനയുടെ ആരാധനയോടെയാണ്. ദിവസവുമുള്ള 4 മണിക്കൂർ നേരത്തെ ഈ ആരാധനയില്ലെങ്കിൽ ഒരാഴ്ച പോലും ഞങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ ജീവിക്കുവാൻ സാധ്യമല്ല എന്ന് അമ്മ പറയുകയാണ്. യൂക്കറിസ്റ്റാണ്, വിശുദ്ധ കുർബാനയാണ് കാരുണ്യമേകുവാൻ അമ്മയെ സഹായിച്ചത്. ലോകത്തിന് നൽകുന്ന സന്ദേശത്തിൽ അമ്മ സമാധാനത്തിൻ്റെ വാഹകരായി തീരുവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. അതിൻ്റെ വഴികളും നമ്മെ പഠിപ്പിക്കുവാൻ അമ്മ മറന്നില്ല. സൈലൻസ് ലീഡിങ് യു ടു പ്രെയർ. നിശബ്ദതയോടെ ഈ പ്രപഞ്ചത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്ന ഓരോ വ്യക്തിക്കും പ്രാർത്ഥിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. നിശബ്ദത പ്രാർത്ഥനയിലേക്കും ദൈവത്തെ സ്തുതിക്കുന്ന, അനുദപിക്കുന്ന, ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന
നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന നന്മ സ്വരൂപിയായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതമാണ് പ്രാർത്ഥനയുടെ ജീവിതം. അത് നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവയെക്കുറിച്ചുള്ള ബോധ്യവുമാണല്ലോ വിശ്വാസം. ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട് ദൈവകരങ്ങൾ സമർപ്പിക്കുവാൻ, മനുഷ്യരെ അംഗീകരിച്ചുകൊണ്ട് മനുഷ്യരെ ദൈവത്തിന് സമർപ്പിക്കുവാൻ, മനസാക്ഷിയെയും ഈ പ്രപഞ്ചത്തെയും അംഗീകരിച്ചുകൊണ്ട് ദൈവകരങ്ങൾ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള വിശ്വാസം നമ്മെ സ്നേഹത്തിലേക്ക് നയിക്കും. സ്നേഹമെന്ന് പറയുമ്പോൾ എന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൽ സ്നേഹമെന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കാമെന്നുള്ളതാണ് തമ്പുരാൻ പഠിപ്പിച്ചത്. അതാണ് മദർ പറഞ്ഞത്, ഗീവ് ടിൽ ഇറ്റ് ഹേർട്സ് യു. ഒരാളെ സഹായിക്കുന്നതിൻ്റെ കുറവ് നമുക്ക് അനുഭവപ്പെടുമ്പോൾ അയാളെ സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തി നൽകുന്ന സന്തോഷം ഏറെ വലുതാണ്. അങ്ങനെയുള്ള സ്നേഹം, എന്ത് കൊടുക്കാമെന്നുള്ള ആ സ്നേഹത്തോടുള്ള ശുശ്രൂഷയിലൂടെ കുഷ്ഠരോഗികൾക്ക്, ക്ഷയരോഗികൾക്ക്, എയ്ഡ്സ് രോഗികൾക്ക്, അവഗണിക്കപ്പെട്ടവർക്ക് ഒക്കെ നൽകിക്കൊണ്ട് അമ്മ സ്നേഹത്തോടുള്ള ശുശ്രൂഷ നിർവഹിച്ചു. ആ സ്നേഹത്തോടുള്ള ശുശ്രൂഷയാണ് നമുക്ക് സമാധാനം നൽകുന്നത് എന്ന് അമ്മ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ നിശബ്ദതയോടുകൂടി ഈ പ്രപഞ്ചത്തിലെ ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും അത് പ്രാർത്ഥനയാക്കി മാറ്റുവാനും പ്രാർത്ഥനയിൽ ആഴപ്പെട്ടുകൊണ്ട് വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും ആ വിശ്വാസത്തെ സ്നേഹത്തോടുകൂടി കാണുവാനും ആ സ്നേഹത്തോടുള്ള ശുശ്രൂഷയിലൂടെ മറ്റുള്ളവർക്ക് സംലഭ്യമാക്കി കൊടുക്കുവാനും കഴിയുമ്പോൾ whatsoever you do to the least of my brethren you do unto me. ഈ ചെറിയുള്ളവൻ ചെയ്തപ്പോൾ എനിക്ക് ചെയ്തു. അതിൻ്റെതായ ഒരു സംതൃപ്തി, സമാധാനം അത് ലോകത്തിന് നൽകുവാൻ കഴിയുന്നതല്ല. ലോകത്തിന് നൽകുവാൻ കഴിയാത്ത ശാശ്വതമായ സമാധാനം ഈ ലോകത്തിൽ പ്രവൃത്തികളുടെ മേഖലയിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞ മദർ തെരേസ ഇന്ന് വിശുദ്ധയായി സ്വർഗീയ ഭവനത്തിലായിരുന്നു കൊണ്ട് നമുക്കൊക്കെ വലിയ പ്രചോദനം നൽകുകയാണ്. ആമയുടെ മധ്യസ്ഥതയിൽ അന്ത്യവിധിയെ അഭിമുഖീകരിക്കുവാനുള്ള എല്ലാ ശക്തികളും, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുവാൻ, രോഗികൾക്ക് ശുശ്രൂഷ നൽകുവാൻ, ഭവനരഹിതർക്ക് ഭവനം നൽകുവാൻ, നഗ്നരായ ആളുകൾക്ക് വസ്ത്രം നൽകുവാൻ, അവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യത്തെക്കാൾ ഉപരിയാണെന്നുള്ള മനോഭാവത്തിൽ ജീവിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും മദർ തെരേസയുടെ മധ്യസ്ഥതയിൽ ദൈവം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.